ഇപ്പോൾ അതുൽ പിള്ളൈ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ അതുൽ പിള്ളൈ, നമ്മൾ ഇനിയിപ്പോൾ എങ്ങനെയായിരിക്കും രക്ഷാപ്രവർത്തനം അങ്ങോട്ട് ഏകോപിപ്പിക്കുക? ലഭ്യമായ വിവരം അനുസരിച്ച് 2 പ്ലാറ്റൂൺ ആർമി, നേവിയുടെ ഒരു സംഘം ബെയിലി പാലം നിർമ്മിക്കാൻ ആവശ്യമായ സാമഗ്രികളൊക്കെ എത്തിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ വളരെ പെട്ടെന്ന് തന്നെ ഈ ബെയിലി പാലമൊക്കെ നിർമ്മിച്ച് നമുക്ക് മറുകരയ്ക്ക് കൂടുതൽ ആളുകളെ എത്തിക്കാൻ സാധിക്കുമോ? ഞാൻ ഇച്ചിരി ഒന്ന് അപ്ഡേറ്റ് തന്നേക്കാം. ഈ ടീംസ് ഞാൻ പറഞ്ഞ ടീംസിന്റെ കൂട്ട് അഡീഷണലി ആർമിയുടെ കുറച്ച് ടീംസ് ട്രിവാൻഡ്രത്തുനിന്ന് കാലിക്കറ്റിലോട്ട് പോകാൻ വേണ്ടി അവിടെ റെഡി ആയിട്ടുണ്ട്. ഇതല്ലാതെ നമ്മുടെ ബ്രിഡ്ജിങ് എക്യുപ്മെന്റ്സ് കൊണ്ടുവരുന്ന മദ്രാസ് എഞ്ചിനീയർ ഗ്രൂപ്പ് എന്ന് പറയും, മദ്രാസ് സാപ്പേഴ്സ് വിളിക്കുന്നത്. ഇതൊരു ഇന്ത്യൻ ആർമി കോർ ഓഫ് എഞ്ചിനീയറിന്റെ ഇന്ത്യൻ ആർമിയുടെ അണ്ടറിൽ വരുന്നത്. അപ്പം അവിടുന്നും പിന്നെ ഡൽഹിയിൽ ഈ ബ്രിഡ്ജിങ് എക്യുപ്മെന്റ്സ് കാലിക്കറ്റിലോട്ട് ബൈ എയർ കൊണ്ടുവരാനുള്ള നടപടികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ബെയിലി ബ്രിഡ്ജിന്റെ ആണോ അതുൽ പിള്ളൈ? അതെ, ആ ബ്രിഡ്ജിന്റെ എക്സാക്ട് എനിക്കറിയാം. ഇത് ബ്രിഡ്ജിന് വേണ്ടി യൂസിന് വേണ്ടി എക്യുപ്മെന്റ്സ് ആണ് വരുന്നത്. ഹലോ, അതല്ലാതെ ആർമിയുടെ ഡോഗ്സ് മീററ്റിൽ നിന്ന് ഡൽഹിയിലോട്ട് വന്നിട്ടുണ്ട്. അവരും ഡോഗ്സും ഡൽഹിയിൽ നിന്ന് ഫ്ലൈ ചെയ്യും കാലിക്കറ്റിലോട്ട്. ആർമിയുടെ മെഡിക്കൽ സംഘവും അവിടേക്ക് എത്തുന്നുണ്ട് അല്ലേ? മെഡിക്കൽ സംഘം ഇപ്പോഴും നേവിയുടെയും പിന്നെ DSC സെന്റർ കണ്ണൂരിലെ മെഡിക്കൽ ടീംസ് ഈ ടീമിന്റെ കൂടെ തന്നെ ഉണ്ട്, അവരുടെ കൂടെ ഉണ്ട്. ഓക്കെ, താങ്ക് യു അതുൽ പിള്ളൈ. വളരെ കൃത്യമായിട്ടുള്ള ഏകോപനം. ഒരുപക്ഷെ ഇവരെത്തിക്കഴിഞ്ഞാൽ ഒരു സംശയം കൂടി അതുൽ പിള്ളൈ, ഈ ബ്രിഡ്ജിങ് എക്യുപ്മെന്റ്സ് എത്തിക്കഴിഞ്ഞാൽ എത്ര സമയം കൊണ്ട് നമുക്ക് ആ ബെയിലി പാലം നിർമ്മിക്കാൻ കഴിയുമായിരിക്കും? അത് അതിന്റെ എക്സ്പേർട്ടുമായിട്ട് ഞാൻ ഒന്ന് സംസാരിച്ചിട്ട് അതായിട്ട് അത് പറയാം. ബിക്കോസ് ഫസ്റ്റ് അത് എന്തായാലും നമുക്ക് ആദ്യം ഇവിടെ എത്തണമല്ലോ കാലിക്കറ്റില്. ഇത് അവിടുന്ന് ആ പ്രോസസ് വന്നോണ്ടിരിക്കുക. വൺസ് അത് എത്തി കഴിഞ്ഞിട്ട് ആ ട്രാൻസ്പോർട്ടേഷൻ ടൈം ഫ്രം കാലിക്കറ്റ് ടു ദാറ്റ് പ്ലേസ്, റോഡ്സ് ക്ലിയർ അല്ലായിരിക്കും. അതൊക്കെ മൾട്ടിപ്പിൾ ഏജൻസീസ് ആർ ഇൻവോൾവ് ഇൻ ദിസ്. ശരി, അതുകൊണ്ട് അതെല്ലാം കൂടെ പ്ലാൻ ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. താങ്ക് യു അതുൽ പിള്ളൈ. കൂടുതൽ മെഡിക്കൽ സംഘം ആർമിയുടെ ഡിവിഷനിൽ നിന്നെത്തുന്നു, കൂടുതൽ ആർമി യൂണിറ്റുകൾ എത്തുന്നു. തിരുവനന്തപുരത്ത് നിന്നും മറ്റൊരു ആർമി സംഘം ഇപ്പോൾ കോഴിക്കോട്ടേക്ക് പുറപ്പെടാൻ തയ്യാറായി നിൽക്കുന്നു. ഡൽഹിയിൽ നിന്നും ഈ ബ്രിഡ്ജിംഗ് എക്യുപ്മെന്റ്സുമായിട്ട് ബൈ എയർ ആർമിയുടെ സംഘം അവിടേക്ക് എത്തുകയാണ്. NDRFന്റെ സംഘം, നേവിയുടെ സംഘം ഏഴിമല നേവി അക്കാദമിയിൽ നിന്നും ഈ റിവർ ക്രോസിംഗ് ടീമാണ് അവിടേക്ക് എത്തി ഇപ്പോൾ പാലം നിർമ്മിച്ച് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകാൻ പോകുന്നത്. മറുഭാഗത്ത് ഈ മുണ്ടക്കൈ ഭാഗത്ത് ഇപ്പോൾ NDRFന്റെയും സൈന്യത്തിന്റെയും കൂടുതൽ യൂണിറ്റുകളും അവിടെ എത്തിയിട്ടുണ്ട്. ഓരോ ഭാഗവും അരിച്ചുപെറുക്കിയുള്ള അന്വേഷണമാണ് നടക്കുക. പല ഭാഗത്തും വീടുകൾ കാണാനില്ല. ആ ഭാഗത്ത് ആ വീടുകൾ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി പ്രാദേശിക രക്ഷാപ്രവർത്തകരും ആ ഭാഗത്തുണ്ട്. പ്രേക്ഷകർക്ക് കാണാം നമ്മളുടെ ആകാശ ദൃശ്യങ്ങളിൽ എത്രമാത്രം ഭീകരമായൊരു ഉരുൾപൊട്ടലാണ് മുണ്ടക്കൈ ഭാഗത്തും ചൂരൽമലയിലും സംഭവിച്ചത് എന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. രക്ഷാപ്രവർത്തകർ രക്ഷപ്പെടുത്തിക്കൊണ്ടുവന്ന മനുഷ്യർ അവർ ഒറ്റയ്ക്ക് രക്ഷപ്പെട്ടു വരുമ്പോൾ അവരുടെ ഹൃദയം ഉലയുന്ന കാഴ്ച നമ്മൾ കാണുന്നു. അവരുടെ പ്രിയപ്പെട്ടവരെ അവരുടെ വീടുകളിൽ ഉപേക്ഷിച്ച് ആണ് അവർ മടങ്ങുന്നത്. ഇപ്പോൾ രാജേഷ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. രാജേഷ് പറയൂ, ആരെയാണ് തിരയുന്നത്? രാജേഷ് പറയൂ, ആരെയാണ് തിരയുന്നത്? മിനി, പിന്നെ മുരളി. എവിടെയാണ് അവരുടെ വീട്? മിനി മുരളി. അതെ, ഇവരുടെ വീട് എവിടെയാണ്? മിനി മുരളി. അതെ, മനസ്സിലായി. ഈ മുണ്ടക്കൈയിൽ രാവിലെ വിളിച്ചപ്പോ ബംഗ്ലാവിലുണ്ട്, പിന്നെ ഒരു വിവരം കിട്ടുന്നില്ല. ഇൻസ്പെക്ഷൻ ബംഗ്ലാവിൽ ഉണ്ടെന്ന് പറഞ്ഞിരുന്നോ രാജേഷ്? ഇൻസ്പെക്ഷൻ ബംഗ്ലാവിലാണ് മിനിയും മുരളിയും ഉള്ളതെങ്കിൽ അവർ സേഫ് ആണ്. തന്നെ അവരുടെ വീട് മുണ്ടക്കൈ, പിന്നെ ഇൻസ്പെക്ഷൻ ബംഗ്ലാവിലാണെങ്കിൽ പാടിയിലാണ് അവർ താമസിക്കുന്നത്. അതെ, ഇൻസ്പെക്ഷൻ ബംഗ്ലാവിൽ ഉണ്ടെന്ന് പറഞ്ഞിരുന്നോ? രാജേഷ് ഇൻസ്പെക്ഷൻ ബംഗ്ലാവിലാണെങ്കിൽ അവർ സേഫ് ആണ്. ബംഗ്ലാവിൽ നിന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അത് ഇൻസ്പെക്ഷൻ ബംഗ്ലാവാണ്. ഇൻസ്പെക്ഷൻ ചൂരൽമലയ്ക്കും ഈ മുണ്ടക്കൈക്കും ഇടയിലുള്ള ഇൻസ്പെക്ഷൻ ബംഗ്ലാവിലായിരിക്കും അവർ ഉണ്ടാവുക. അവരവിടെ സേഫ് ആണ്, മറ്റ് ബുദ്ധിമുട്ടുകളൊന്നുമില്ല. നേരത്തെ തന്നെ നമ്മൾ അവിടുത്തെ ഒരു ബന്ധപ്പെട്ട് സേഫ് ആണ്. താങ്ക് യു രാജേഷ്. നമ്മുടെ ടെലിഫോൺ കോളുകൾ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് രക്ഷാപ്രവർത്തനത്തിന് മുൻതൂക്കം നൽകിക്കൊണ്ടാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടതെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഏതെങ്കിലും പ്രദേശങ്ങളിൽ ഇനിയും ശ്രദ്ധ കിട്ടാതെ മനുഷ്യരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ശ്രദ്ധ നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നവർ ഇപ്പോൾ മുണ്ടക്കൈ മേഖലയിൽ അരിച്ചുപെറുക്കുകയാണ്. ഏതെങ്കിലും പ്രദേശത്ത് ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കണ്ണെത്താത്ത ഇടങ്ങളിൽ പോലും തെരച്ചിൽ നടത്തേണ്ടതുണ്ട്. കൂടുതൽ സേനയും ഇപ്പോൾ മുണ്ടക്കൈയിലേക്ക് എത്തുന്നു. NDRFന്റെയും സൈന്യത്തിന്റെയും കൂടുതൽ ആളുകൾ ഇപ്പോൾ മുണ്ടക്കൈ മേഖലയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇന്ന് പുലർച്ചെ 1:30 ആദ്യത്തെ ഉരുൾപൊട്ടൽ ഉണ്ടാവുന്നു ചൂരൽമല പ്രദേശത്ത്. പിന്നീട് മുണ്ടക്കൈയിൽ വലിയ ഉരുൾപൊട്ടലാണ് ഉണ്ടാവുന്നത്. അതിനുശേഷം ഒരു തുടർ ഉരുൾപൊട്ടൽ കൂടി ഉണ്ടാവുന്നു. 3 ഉരുളുകളാണ് പൊട്ടിയത് എന്നാണ്
പ്രദേശവാസികൾ പറയുന്നത്. ആ ഉരുൾപൊട്ടലിൽ സർവ്വവും നഷ്ടപ്പെട്ട മനുഷ്യരാണ്. പലരും ചേതനയേറ്റ് മേപ്പാടി ആശുപത്രിയിലേക്ക് മടങ്ങി. ചിലർ മണ്ണിനടിയിൽ കുടുങ്ങി. മണിക്കൂറുകളോളം വീടിനുള്ളിൽ കുടുങ്ങിയ മനുഷ്യരെ രക്ഷാപ്രവർത്തകർ വളരെ അതിസാഹസികമായിട്ടാണ് അവിടേക്ക് എത്തിയത്. ഇപ്പോൾ സാനിയോ